ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവയാനിയും നയനയും കൂടി നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പ്രത്യേകിച്ച് നന്ദുവിനെ കാണാനാണ്. അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ നന്ദു ഒന്ന് ആകെപ്പാടെ ഞെട്ടുകയാണ് കേട്ടോ. അപ്പൊ നന്ദു ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ നന്ദുവിന് അറിയാൻ വേറൊരു കാര്യമല്ല, അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് തന്നെ പറയാനാണ് അങ്ങോട്ടേക്ക് വന്നതെന്ന്. അതുകൊണ്ടാണ് നന്ദുവിന് ആ ഒരു പരിഭ്രമവും ഒക്കെ. അപ്പൊ നമ്മുടെ കനക പറഞ്ഞു, അത് പിന്നെ അവളുടെ മനസ്സിൽ അത് നന്നായിട്ട് കേറുന്ന രീതിയിൽ വേണം പറയാനായിട്ട്. ഇപ്പം ദേ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും പെണ്ണിന് മനസ്സിലാവുന്നില്ല. പിന്നെ ദേവയാനി ചേച്ചി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും. പിന്നെ നന്ദുവിന്റെ ഭാഗത്ത് നിന്ന് വേറൊരു രീതിയിലുള്ള ബന്ധം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ആ ഒരു ബന്ധം സൗഹൃദമായിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, വേറൊരു രീതിക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പം നന്ദുവിനോട് പറയാൻ വന്നത്. അനിയോട് പറയേണ്ടതൊക്കെ പറഞ്ഞതാണ്, പക്ഷെ പെണ്ണുങ്ങളോട് പറയുന്നതാണല്ലോ അതിൻ്റെതായ ഒരു ഇത്. നന്ദുവിന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അനിയോട് പറയുന്നേക്കാൾ കൂടുതൽ. അവർക്കിടയിൽ എന്തൊക്കെയോ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. അത് മുതലെടുത്ത് നമ്മൾ അവരുടെ ജീവിതം തകർക്കുന്നത് ഒട്ടും ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും അനാമിക ഒരു പെൺകുട്ടിയല്ലേ, അവളുടെ ജീവിതമല്ലേ, അത് നമ്മളായിട്ട് കളയണോ? ഒരിക്കലും കളയാൻ പാടില്ല. അത് മാത്രമല്ല, എനിക്ക് ആദർശം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആദർശും ഈ പറയുന്ന അഭിയും ഒക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ അവനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെയാ ചിലപ്പം ഈ ഒരു ബന്ധത്തിലേക്കുള്ള ചാഞ്ചാട്ടം അതൊക്കെ മാറ്റിയിട്ട് അനിയും അനാമികയും ഒന്നിച്ചു പോകാനാ ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയും ഈ പറയുന്ന ഞാനും അജയനും ജയേട്ടനും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഞാൻ നന്ദുവിനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് നന്ദുവിനെ കാണാൻ വേണ്ടി ദേവയാനി പോവാണ്. നയനെയും കൂട്ടിക്കൊണ്ട് മോള് ബാന്നും പറഞ്ഞോട്ടാട്ടോ അകത്തേക്ക് പോയത്. ഈ സമയത്ത് നമ്മുടെ കനക പറയുന്നുണ്ട്, ഹോ എന്ത് വഴക്കായിട്ട് നടന്നവരാ ഇപ്പൊ അടയും ചക്കരയായിട്ട് അകത്തേക്ക് കയറി പോയേക്കുന്നത് എന്ന്. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനും സന്തോഷമായി. ഗോവിന്ദനും അങ്ങനെയല്ലേ നമുക്ക് കാണേണ്ടത്, ഇത് കാണാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത് കനകയെന്ന് പറയുമ്പോൾ. അതെ, ഈശ്വരൻ അനുഗ്രഹിച്ച് ഇത് നമുക്ക് കാണാനായിട്ട് സാധിച്ചല്ലോ എന്ന്. ഈ സമയത്ത് നമ്മുടെ ദേവയാനി നന്ദുവിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ചെന്നു. അങ്ങനെ നയനയും കയറി ചെന്നിട്ട് നമ്മുടെ നന്ദുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ നന്ദുവിനോട് ആദ്യം തന്നെ ഉപദേശത്തിന്റെ രൂപത്തിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ കേൾക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ നന്ദു ഇതൊക്കെ കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. മുഖഭാവം കാണുമ്പോഴറിയാം നന്ദുവിന്റെ ആ ഒരു വിഷമവും പരിഭ്രമവും ഒക്കെ. അങ്ങനെ നമ്മുടെ നയന പറഞ്ഞു, നന്ദു നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേറൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്, അനിയുടെ കാര്യം തന്നെയാ. ഇനിയിപ്പൊ അനി നിന്നെ കാണാൻ വരികയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കണം. അത് നിന്റെ ജോലിയെ ബാധിക്കുന്ന നിനക്കറിയാലോ. നിനക്കിപ്പം ജോലിയുണ്ട്, ആ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്. അതുമാത്രമല്ല, ഇനിയിപ്പം ക്യാമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവിടെ ഞങ്ങളുടെ കണ്ണവിടെ എത്തില്ല എന്ന് തന്നെ പറയാം. ഏതായാലും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞേ പറ്റൂ, നീ കേൾക്കണം. അപ്പം ദേവയാനി പറഞ്ഞു, മോക്ക് നൈനേച്ചി പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. മോള് നല്ല കുട്ടിയാ, മോക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം നമ്മളായിട്ട് എന്തിനാ വെറുതെ അനിയുടെ ജീവിതം കളയുന്നത്? ഒരിക്കലും മോൾക്ക് ആ ചീത്തപ്പേര് വരാൻ പാടില്ല. അനി അനാമികയായിട്ട് ജീവിക്കട്ടെ. ഇനി അവരുടെ കുടുംബജീവിതം തകർന്നാൽ തന്നെ അത് മോളുടെ പേര് പറഞ്ഞല്ലേ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. അനാമികയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനിയിപ്പം അത് മോളുടെ പേരിലാകും. അതുകൊണ്ട് മോൾ അകന്ന് നിന്ന് കഴിഞ്ഞാലേ ഇനിയിപ്പം തരക്കേടില്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. മാത്രമല്ല, ഞാൻ വിവാഹത്തിന് മുമ്പ് ഈ കാര്യം അറിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീയും അനിയുമായിട്ടുള്ള വിവാഹം നടത്താനേ ഞാൻ ആഗ്രഹിക്കുള്ളായിരുന്നു, ഞാൻ നടത്തുള്ളായിരുന്നു. അവനും ആവുന്ന തരത്തിൽ പറഞ്ഞതാ ഈ വിവാഹം വേണ്ട 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 എന്ന്. ഞാനും ജാനകിയും ഒക്കെ നിർബന്ധം പിടിച്ചിട്ടാ അവൻ ഈ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം തകർന്നു കഴിഞ്ഞാൽ അത് എന്നെയും ബാധിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഒരു കാര്യം ചെയ്യണം. ഇനി അവൻ വിളിച്ചാൽ ഫോൺ എടുക്കാനോ അവന് വരാൻ പറഞ്ഞാൽ അവൻ വരാൻ പറയുന്ന സ്ഥലത്ത് പോകാനോ ഒന്നും പാടില്ല. മോള് ഒന്ന് കൺട്രോൾ ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്കും അവന് മനസ്സിലായിക്കോളും. മോള് പതുക്കെ അകലുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനാമികയായിട്ട് പതുക്കെ ചിലപ്പോൾ അവൻ അടുത്തോളും. അവരുടെ ബന്ധം നമ്മളായിട്ട് എന്തിനാ തകർക്കുന്നത്? മോൾക്ക് ആ ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല ഒരിക്കലും. അതുകൊണ്ടാ
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. മോളെ ഇങ്ങനെ ഉപദേശിക്കാൻ പാടില്ലെന്നൊക്കെ എനിക്കറിയാം. മോളെ ഉപദേശിച്ചിട്ട് ഇനിയിപ്പം ഒന്നും നേടാനും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഉപദേശമായിട്ട് കാണരുത്. ഇത് ഈ വല്യമ്മ എന്നല്ല കേട്ടോ, ഈ അമ്മയുടെ ഒരു എന്താ പറയുക, അപേക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയാ. ഇതൊക്കെ കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ നന്ദു ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നന്ദു അതിന്റെ ഇടയ്ക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് പിന്നെ ഞാനും അവനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല, പിന്നെ എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് അവൻ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി എന്നെയാണ് വിളിക്കുന്നത്, അല്ലാതെ അവന് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോഴും ഞാൻ ഫോൺ എടുക്കുന്നതാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല. അവന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മോളിനി ഫോൺ എടുക്കണ്ട, ഒരു കാര്യം ചെയ്യാൻ, നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താലും പ്രശ്നമില്ലല്ലോ. പതുക്കെ പതുക്കെ മോൾ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും അവനങ്ങ് മാറിപ്പൊക്കോളൂ എന്നൊക്കെ പറയാ. നയനയും ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. പിന്നെ അവിടെ ഉള്ളത് നയനയാണ്. അപ്പൊ നയന പറഞ്ഞു, കണ്ടില്ലേ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടില്ലേ, അതുകൊണ്ട് ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഒരു പാകപ്പിഴ ഉണ്ടാകാൻ പാടില്ല. നീ വാക്ക് കൊടുത്തിരിക്കുക, ആ വാക്ക് തെറ്റിക്കരുത്, ആ വാക്ക് തെറ്റിക്കുന്നവളാകരുത് നന്ദു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലെ തന്നെ മോൾ ചെയ്യണം. എനിക്കറിയാം മോളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ, മോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കാണും, അത് തൽക്കാലം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതൊക്കെ അങ്ങ് പതുക്കെ പൊക്കോളും. അതുകൊണ്ട് മോള് പറയുന്നത് കേൾക്കണം എന്ന് പറയുമ്പോൾ ചേച്ചി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാകായ്മയൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഞാൻ ചേച്ചിക്ക് വാക്ക് തരികയാണല്ലോ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. ഇനിയിപ്പോൾ നന്ദുവിന്റെ മനസ്സിൽ എന്താന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും ഈ സമയത്ത് പിന്നെ നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശിന് ഭയങ്കര സംശയമാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ ആലോചിക്കുക, അവൾ മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്തതായിരിക്കുമോ, അവൾ എന്തായിരിക്കും എന്നെ കൂട്ടാതെ പർച്ചേസിങ്ങിന് പോയത്, അവൾ അങ്ങനെ എന്നെ കൂട്ടാതെ പർച്ചേസിങ്ങിന് പോകുന്നതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയാണെങ്കിൽ മുകളിലത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം അഭി മനസ്സിൽ വിചാരിക്കുക, വിഷുവായിട്ട് കാലണ പോലും കൂട്ടി തന്നില്ല, ഭാര്യയുടെ ഡിസൈനും കൊണ്ട് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന ഉടനെ അത് പിന്നെ ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് എന്ത് കാര്യം പറയാനുള്ളത്, നീ പറഞ്ഞു. അത് പിന്നെ വിഷു ഒക്കെ ആയിട്ട് വിഷു കൈ നീട്ടോ, വിഷു കൈ നീട്ടോ ഉറപ്പായിട്ട് ഞാൻ നിനക്ക് തന്നിരിക്കും. അതല്ല ആദർശേട്ടാ, വിഷു ഒക്കെ ആയിട്ട് കുറച്ച് പൈസ കൂട്ടി തരുമോന്ന് അറിയാനാ. അതുമാത്രമല്ല, ഇനിയിപ്പം ഒരുപാട് ചെലവുകൾ വരുമല്ലേ, നവ്യയുടെ പ്രസവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ചെലവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസ കൂട്ടി തരണം എന്ന് പറഞ്ഞപ്പോ, നിനക്ക് എന്ത് ചെലവാണുള്ളത്, നിനക്ക് ഇവിടെ വേറെ ചെലവൊന്നുമില്ലല്ലോ, നയനി ഞാനും കൂടെ ചേർന്ന് പ്രസവ ചെലവുകളെല്ലാം നടത്തിക്കോളാം, പിന്നെ എന്ത് ചെലവാ നിനക്കുള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ വേറെ ഒന്നുമല്ല, വിഷുവിന് അവക്ക് വിഷുക്കോടിയൊക്കെ മേടിച്ചു കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നിനക്ക് ഞാൻ ശമ്പളം തന്നതാണല്ലോ, നിനക്ക് വേറൊരു ചെലവും ഇല്ലതാനും, അതിൽ നിന്ന് നിനക്ക് മേടിച്ചു കൊടുക്കാനൊക്കെ പറ്റൂലോ. അല്ല, നീ ആത്മാർത്ഥമായിട്ട് വല്ലതും ആണോടാ അഭി പറയുന്നത്, നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കതിന് ഒരു ആത്മാർത്ഥതയും തോന്നുന്നില്ല, നിന്റെ സ്വഭാവമാണല്ലോ. അല്ല, നീ അവളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെന്നും അവളെ റെസ്റ്റോറന്റിൽ കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എന്താ നിന്റെ ഉദ്ദേശം. അത് പിന്നെ ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്, എനിക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല, എന്റെ ഭാര്യയല്ലേ, എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ, എനിക്ക് അപ്പൊ അവളെ സ്നേഹിക്കണ്ടേ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ആദർശന് വല്ല അതിശയമായി പോയിട്ടോ. നീ മനസ്സിൽ തട്ടിയാണോ ഇതൊക്കെ പറയുന്നത്, എന്താ ആദർശേട്ടൻ വിശ്വസിക്കാത്തത്, ഞാൻ മനസ്സിൽ തട്ടി തന്നെ ഇതൊക്കെ പറയുന്നത്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. പിന്നെ നയനയിടത്ത് ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആദർശേട്ടന് സഹിക്കുവോ, ഇല്ലല്ലോ. അതുപോലെയൊക്കെ തന്നെയാ എനിക്ക് ഇവിടുന്ന് നവ്യ പോയപ്പോഴാ അതിന്റെ വില മനസ്സിലായത്. എന്താണെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ, കുറച്ച് പൈസ ഞാൻ തന്നേക്കാം, ഏതായാലും നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, ഏതായാലും ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം, വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ അഭി അറിയാലോ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും എന്റെയും ഒക്കെ കാര്യം, അതുകൊണ്ട് ഞാൻ പറയുക, നല്ല രീതിയിൽ കള്ളത്തരം കാണിക്കാതെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ കഴിയും, ഇല്ലെങ്കിലേ നിന്റെ കാര്യം അതോ ഗതിയാവുന്ന കൂട്ടിക്കൊണ്ട മതി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭി അങ്ങ് പോവാണ് കേട്ടോ. ഹബി എവിടെ നിന്ന് നല്ല രീതിയിൽ വല്ലതും ജീവിക്കുക, ഹബി ചുമ്മാ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൈസ എങ്ങനെയും ഒക്കെ തട്ടിയെടുക്കാമല്ലോ. എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, നവ്യയും നന്ദുവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. വേറെ ആരുമല്ല, ആദർശാണ് വിളിക്കുന്നത് നമ്മുടെ നന്ദുവിനെ ആദർശ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അത് പിന്നെ മോളെ ഞാൻ വിളിച്ചത് വേറെ ഒന്നിനുമല്ല, മോള് പോകുമല്ലേ, മോൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും ഒക്കെ ഏട്ടനോട് പറയണം കേട്ടോ. അത് പിന്നെ എല്ലാം എനിക്ക് നയനേച്ചി മേടിച്ചു തന്നു ആദർശേട്ടാ, അത് സാരമില്ല. എങ്കിൽ പിന്നെ നാളെ വിഷു അല്ലേ, വിഷുവിന് എന്താ പരിപാടി, വിഷുവിന് എല്ലാവരും ഉണ്ടല്ലോ, അടിച്ചു പൊളിക്കണം, അതാ വിചാരിച്ചിരിക്കുന്നത്. ഏതായാലും നന്നായിട്ടിരിക്കട്ടെ. അല്ല, നവ്യേച്ചി ഇവിടെ ഉണ്ട്, ഞാൻ ഫോൺ കൊടുക്കണോ? ഫോൺ കൊടുക്കൊന്നും വേണ്ട, ഞാൻ വിളിച്ചത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, ഹബിക്ക് ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട്,
ഏതായാലും നവ്യയോട് പ്രശ്നമൊന്നും വേണ്ട, നന്നായിട്ട് ഇരിക്കാൻ പറ, മനസ്സിന് നല്ല സന്തോഷം കൊടുക്കണം എന്നൊക്കെ പറയണം. ഇപ്പം ചേച്ചിക്ക് നല്ല സന്തോഷമുണ്ട് ആദർശേട്ടാ, കുഴപ്പമൊന്നുമില്ല, എങ്കിൽ പിന്നെ ഫോൺ വെച്ചേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിയെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ആദർശേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അഭിയുടെ മാറ്റം അത് എല്ലാവരെയും പോലെയല്ല, അത് സ്ഥിരമുള്ള സംഭവമല്ല, അതുകൊണ്ട് എപ്പോഴാണ് ഇനി അഭി മാറുന്നതെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അതുകൊണ്ട് വലിയ വിശ്വാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പേടിക്കുമെന്നും വേണ്ട ചേച്ചി, ഈശ്വരൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അഭിയേട്ടന് ഈ മാറ്റമൊക്കെ ഉണ്ടായത്. നമ്മുടെ ആദർശേട്ടന്റെ അമ്മയ്ക്ക് വരെ മാറ്റം വന്നില്ലേ. ആദർശേട്ടന്റെ അമ്മയുടെ മാറ്റം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ എന്റെ മോളെ, എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവന്റെ മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും, അല്ലാതെ അവൻ മാറുമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. ഏതായാലും ആ സീൻ കഴിഞ്ഞിട്ട് കുറച്ച് കിച്ചണിലെ പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. കിച്ചണിൽ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നയനയും കനകയും ഒക്കെ ചേർന്ന്. അപ്പൊ നമ്മുടെ ദേവേനി അങ്ങോട്ട് വന്നിട്ട്, ഇതെന്താ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്, എന്നെ ഇങ്ങനെ മാറ്റി ജോലിയൊന്നും ചെയ്യാതെ നിർത്തി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരും അല്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവും കേട്ടോ എന്നിങ്ങനെ പറയാ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്താ, അമ്മയും കൂടെ പച്ചക്കറി അരിയാനും കാര്യങ്ങൾക്കൊക്കെ കൂടിക്കോ. ഞാനും കൂടുവോ മക്കളെ, പിന്നെ നമുക്ക് ഈ അടുക്കള മാത്രം പോരാ, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകണം, നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ട്രിപ്പൊക്കെ പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പം, അതിനിപ്പോ എന്താ, നമുക്കൊരു ട്രിപ്പ് പോകാലോ, ഇനിയിപ്പോ 7-ാം മാസക്കാരി ഉണ്ടല്ലോ കൂട്ടത്തില്, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോകാം. അല്ല, 7-ാം മാസം കഴിഞ്ഞു, ഇനിയിപ്പം 8-ാം മാസമായി 9-ാം മാസമായി, കുഞ്ഞുണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയാം, കനകദുർഗയും ഗോവിന്ദനും ഒക്കെ അങ്ങോട്ടേക്ക് വരണം, നവ്യേനെയും കൂട്ടി അവിടെ മതി, അവിടെ കുഞ്ഞിനെയും കൊണ്ട് വരണം, ആകെപ്പാടെ ഒരു രസമായിരിക്കും. അപ്പൊ അനന്തപുരി തറവാട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ആ വീട്ടിൽ 2-3 വിഷവിത്തുകളൊക്കെ ഉണ്ട്, അവർക്കല്ലാതെ വേറെ ആർക്കും നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നതിൽ ഒരു പ്രശ്നവും കാണില്ല. മുത്തശ്ശനും മുത്തശ്ശിയുടെയും കാര്യം അറിയാലോ ആദർശിന്റെ, അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കനകദുർഗ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ തികക്കില്ല, അവർ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതിൽ വേറെ ഒരു കുഴപ്പമില്ല, അവർക്കും ഇഷ്ടം തന്നെയാവും എന്ന് പറയുമ്പം, അത് ഞങ്ങൾക്ക് അറിയാലോ, എന്റെ മോൾ ആദ്യം വന്നപ്പം ആ മുത്തശ്ശനും മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാല് എന്റെ മോൾക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു, അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുമാത്രമല്ല, മുത്തശ്ശന് ക്യാൻസറാന്ന് അറിഞ്ഞപ്പം അവിടെയുള്ളവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടായോ അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ, വല്ലാത്തൊരു വിഷമമായിരുന്നു, അതൊക്കെ ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സങ്കടത്തിന്റെ അവസാനം ഇപ്പൊ സന്തോഷിക്കുകയാണല്ലോ, അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. ആരുടെ കാറാണ്? നമ്മുടെ ആദർശിന്റെ കാറ്. നോക്കിയപ്പോഴത്തേക്കും ദേ വരുന്നു ആദർശ്, നമ്മുടെ നന്ദു കാണുന്നത്. ഞെട്ടിപ്പോയില്ലേ, ആദർശങ്ങാണം വന്ന് കണ്ടാലോ, തീർന്നില്ലേ കാര്യം. പെട്ടെന്ന് പേടിച്ച് വിറച്ചങ്ങ് പോയി കേട്ടോ. പെട്ടെന്ന് എന്ത് ചെയ്തു, നന്ദു ദേ ആദർശമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി. കേട്ട വാതി കേൾക്കാത്ത വാതി നമ്മുടെ ദേവയാനി അവിടെ നോടി നേരെ പോയി റൂമിലേക്ക് ഒളിച്ചു. ഇല്ലെങ്കിൽ തീർന്നല്ലേ, കൈയോടുകൂടി പിടിക്കില്ലേ. ആദർശകത്തേക്ക് കയറി വരുന്നത് ഒരുമിച്ചായിരുന്നു. ആദർശകത്തേക്ക് കയറി വന്നു. എല്ലാരും ഉണ്ടല്ലോ, 3 പേരും ഉണ്ടല്ലോ, സന്തോഷമായിരിക്കൂലേ, മൊത്തം കറികളുടെ മണമാണല്ലോ. എന്തു പറ്റി, മക്കൾക്ക് വേണ്ടി അമ്മ ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കിയാണ് ഇന്ന് ഊണ് കൊടുക്കുന്നതെന്ന് തോന്നല്ലോ. ഇന്ന് എനിക്ക് ഇവിടെ ഊണ് കഴിക്കണം, എല്ലാവരുടെയും ഒപ്പം ഇരുന്ന്. ഇനിയിപ്പോ ഈ പോലീസുകാരിയുടെ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ പോലീസുകാരി അങ്ങ് സെറ്റപ്പായി പോകൂലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം പെട്ടെന്ന് ദൈനി ചോദിച്ചു, അല്ല ആദർശേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക്? അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാന് എന്താ വേറെ വല്ല കാരണം വേണോ? വിഷുക്കോടിയൊക്കെ ആയിട്ട് വന്നതാ. അല്ല, എന്താ അമ്മയുടെ കാർ വെളിയിൽ കിടക്കുന്നത്, നീ അമ്മയുടെ കാറിലാണോ വന്നത്? അത് പിന്നെ ആദർശേട്ടാ ഞാന് അല്ല ഈ വിഷുക്കോടി ഇങ്ങ് തന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാണ് കേട്ടോ. ഏതായാലും ഇതിനിടയിൽ ആകപ്പാടെ മൊത്തം പരിങ്ങലാണ് എല്ലാവരുടെയും മുഖത്ത്. ആദർശ് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് അങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇത് എന്ത് പറ്റി എല്ലാവർക്കും ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ വന്നപ്പോ ഒരു ഞെട്ടലുണ്ടല്ലോ. ഈ സമയത്ത് ദേവയാനി റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ കനക ചെന്നിട്ട് പറഞ്ഞു, അതെ ആദർശ് മോൻ ഇപ്പൊ പോകുന്നില്ലെന്നാ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളെന്ന്. അത് പിന്നെ ഈ റൂം ആദർശിന്റെ റൂമാ, ആദർശ് മോൻ ഇങ്ങോട്ട് അങ്ങനെ കയറി വരുമോ? ഏതായാലും ഇവിടെ തന്നെ ഇപ്പൊ നിൽക്കുക, ഞാനൊരു കാര്യം ചെയ്യാം, അവന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാം. അല്ല, എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ദേവയാനി ചേച്ചിക്ക്, അതൊന്നും സാരമില്ല, അവർ ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ. അല്ല, ആദർശ് മോൻ എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അവൻ അവളെ കാണാതിരിക്കാൻ പറ്റുമോ? നയനയെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാ. അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ, ഞാന് കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. എങ്കിൽ പിന്നെ അവന് ഞങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് കനകി അങ്ങ് മാറി പോകുന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശിനെ കാണിക്കുന്നു. ആദർശിന് എന്തൊക്കെയോ ഒരു സംശയം ഇങ്ങനെ ഫീൽ ചെയ്യാണ്, വല്ലാത്ത സംശയം ഇങ്ങനെ ഫീൽ ചെയ്യാണ്. കാരണം എന്തോ എല്ലാവരുടെയും മുഖത്ത് എന്നും വരുന്ന ആ ഒരു സന്തോഷവും ഇല്ല, പരിഭ്രാന്തി.
അപ്പൊ ഏതായാലും ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും അടുത്ത ആഴ്ചത്തെ ജനറൽ പ്രമോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റുകൾ നിറഞ്ഞ പ്രമോയൊക്കെ തന്നെയാണ് കേട്ടോ. മറക്കരുത്, നമ്മൾ വൈകിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാകട്ടെ. പിന്നെ അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.